ഈ വായിൽ വരുന്നത് കോതയ്ക്ക് പാട്ട് എന്ന രീതിയിലാണിപ്പോൾ രാഹുൽ ഗാന്ധിയുടെ അവസ്ഥ. രാഹുൽ ഗാന്ധിക്ക് എന്ത് പറ്റി എന്നുള്ളതും രാജ്യം ഇങ്ങനെ ചർച്ച ചെയ്യുകയാണിപ്പോൾ. ഇപ്പോൾ വോട്ടർ പട്ടികയുടെ പേരിലാണ് ഇതുപോലെ അബദ്ധജടിലങ്ങളായിട്ടുള്ള നിരവധി കാര്യങ്ങളുമായിട്ട് വന്നിട്ടുണ്ട്. സുപ്രീം കോടതി തന്നെ ഇടയ്ക്ക് ചോദിച്ചതാണ്, താങ്കൾ ഭാരതീയനാണോ എന്ന് പോലും. എന്തായിരിക്കും രാഹുൽ ഗാന്ധിയുടെ ഈ പോക്ക്? നിങ്ങൾ പറഞ്ഞ രണ്ട് കാര്യങ്ങളോട് ഞാൻ ശക്തമായ എതിരഭിപ്രായം രേഖപ്പെടുത്തുന്നു. രാഹുൽ ഗാന്ധിക്ക് കോതയ്ക്ക് പാട്ടെന്ന് എന്തിനാ പറയുന്നത്? എന്തിനാ കോതയെ കൊണ്ടിരുന്നത്? രാഹുൽ ഗാന്ധി അങ്ങനെയാണ്. വായിൽ വരുന്നത് രാഹുലിൻ്റെ പാട്ടെന്ന് ഇനി പറഞ്ഞാൽ മതി. കോതയ്ക്ക് പാട്ടെന്ന് പറയാം. വായിൽ വരുന്നത് രാഹുലിൻ്റെ പാട്ട്. ഇല്ലെങ്കിൽ രാഹുലിൻ്റെ വർത്തമാന ശൈലി എന്ന് പറഞ്ഞാൽ കാര്യം ശരിയാവും. പുതിയതായിട്ടൊരു മാറ്റവും വന്നിട്ടില്ല. രാഹുലിന് ഒരു മാറ്റവും വന്നിട്ടില്ല. മാറ്റമില്ലാത്തതാണ് രാഹുലിൻ്റെ ശക്തി, അല്ലെങ്കിൽ രാഹുലിൻ്റെ തനിമ എന്ന് മനസ്സിലാക്കിയാൽ മതി. ഞാനൊരൊറ്റ കാര്യം ചോദിക്കാം. രാഹുൽ ഇന്നലെ ഒരു കാര്യം പറഞ്ഞു. അതൊന്നുമല്ല അതിൻ്റെ രീതി എന്നുള്ളത് ഞാൻ മാറ്റി വെക്കുന്നു. കഴിഞ്ഞ 10 കൊല്ലത്തെ വോട്ടർ ശിക്ഷയെല്ലാം എൻ്റെ ഇത്താ, വോട്ടിംഗ് നടന്നതിൻ്റെ എല്ലാം വീഡിയോ ദൃശ്യങ്ങളുടെ ഇത്താ, ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് മോദി പ്രധാനമന്ത്രിയായതെന്നും ഭാരതത്തിലെ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിച്ചുവെന്നും. ഞാൻ ചോദിക്കട്ടെ, എന്തിനാ ഈ 10 കൊല്ലമാക്കുന്നത്? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 10 കൊല്ലമല്ലല്ലോ, 7 ദശകങ്ങൾ കഴിഞ്ഞില്ലേ? അങ്ങനെ രാഹുലിന് അഭിപ്രായം ഉണ്ടെങ്കിൽ ഡോക്ടർ ഭീംറാവ് അംബേദ്കറെ പരാജയപ്പെടുത്താൻ വേണ്ടി തെരഞ്ഞെടുപ്പിൽ കൃത്രിമം കാണിച്ച് ജവഹർലാൽ നെഹ്റുവിന്റെ കാലം തൊട്ട് അന്വേഷിക്കാൻ തുടങ്ങണം. വിജയിക്കുമെന്ന് ഉറപ്പുള്ള തെരഞ്ഞെടുപ്പില് റായ്ബറേലിയിൽ മത്സരിച്ചപ്പം എതിർ സ്ഥാനാർത്ഥി മഹാത്മാഗാന്ധിയുടെ കൊച്ചുമകൻ രാജ്മോഹൻ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പരാജയം ഉറപ്പുവരുത്താൻ വേണ്ടി 85 ബൂത്തുകളിലെ വോട്ടുകൾ ബൂത്ത് പിടിച്ചെടുത്ത രാജീവിന്റെ കാര്യവും ചർച്ച ചെയ്യണം. വേണ്ടേ? ഇന്ത്യയുടെ കാര്യം പറയേണ്ട ആവശ്യമേ ഇല്ല. തെരഞ്ഞെടുപ്പ് കൃത്രിമത്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടൊരു ഭാരതത്തിന്റെ ഒരേ ഒരു പ്രമുഖ നേതാവ് ഇന്ദിരയായിരുന്നു. അങ്ങനെയല്ല രാജ്നാരായണൻ അലഹബാദ് ഹൈക്കോടതിയിൽ വിധി സമ്പാദിച്ചതും അതിന്റെ പേരിലല്ലേ അടിയന്തരാവസ്ഥ വന്നതും? അതിന്റെ പേരിലല്ല ഇന്ദിര ഈ കൊള്ളരാടി മുഴുവൻ കാണിക്കുകയും ചെയ്തത്. വേറെ തുറന്ന് ഓർത്തു നോക്കൂ. അല്പം ഞാൻ വിഷയം വൈഡറായിട്ട് എടുക്കുക. അവരുടെ കാലത്ത് ആരെയായിരുന്നു ഇലക്ഷൻ കമ്മീഷനായിട്ട് പ്രഖ്യാപിക്കുന്നത്? ആരൊക്കെയായിരുന്നു? വീട്ടിലെ ജോലിക്ക് നിർത്താൻ തയ്യാറാവുന്ന ആളുകളെ വരെ വേണ്ടി വന്ന ഇലക്ഷൻ കമ്മീഷൻ ആവുമായിരുന്നു. ഒരു മടിയും കൂടാതെ പ്രധാനമന്ത്രി വേറെ ആർക്കും അതിന് പങ്കില്ല. ഇന്ദിരയാണെങ്കിലും നെഹ്റു ആണെങ്കിലും രാജീവാണെങ്കിലും നിശ്ചയിക്കുമായിരുന്നു ആരാണ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ. ചീഫ് ഇലക്ഷൻ കമ്മീഷണറൊക്കെ വരുന്നത് നരസിംഹറാവുവിൻ്റെ കാലത്താണ്. പണ്ട് ഒരാളേ ഉള്ളൂ, നിയമിച്ച് മുഴുവൻ അവർക്ക് വേണ്ടപ്പെട്ടവർ. ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, പിന്നീട് വളരെ വിദഗ്ധനായിട്ട് മാറിയ ഭാരതം ശ്രദ്ധിച്ച TN ശേഷനെ എന്തിനാണ് ഇലക്ഷൻ കമ്മീഷൻ വെച്ചത്? ക്യാബിനറ്റ് സെക്രട്ടറി ആകും വരെ ഭാരതം അറിയുന്ന ഒരാളൊന്നും ആയിരുന്നില്ല ശേഷനെ പദവിയിൽ വെച്ചതുപോലും തെരഞ്ഞെടുപ്പ് പിടിച്ചെടുക്കാൻ വേണ്ടിയുള്ള ശരിക്കും കുതന്ത്രമായിരുന്നു TN ശേഷനെ അവിടെ വെച്ചത്. കാരണം അന്ന് ചന്ദ്രശേഖരനെയാണ് ഭരണം, രാജ്യമാണ് നിയന്ത്രിക്കുന്നത്. ശേഷനെ വെക്കണമെന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ടാണ് വെച്ചത്. അതെല്ലാവർക്കും അറിയാം. ശേഷൻ രാജീവ് ഗാന്ധിയുടെ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ ആ പേഴ്സണൽ സെക്യൂരിറ്റിയൊക്കെ നോക്കി അതിലൊക്കെ അഭിമാനിച്ചിരുന്നൊരു വ്യക്തിയാണ് കാലത്ത്. ആളെ പ്രഗത്ഭനാണ്, മിടുക്കനാണ്, തർക്കമില്ല. പക്ഷേ എൻ്റെ വീട്ടിൽ ഒരു അൾസേഷൻ നായ വളർത്തിയാൽ അതിന് പ്രാഗൽഭ്യം ഉണ്ടാവും, മിടുക്കുണ്ടാവും, കടിക്കും. എന്നെ എതിർക്കുന്നവരെ കടിക്കുള്ളൂ, എന്നെ കടിക്കില്ല. ഞാൻ ഉദാഹരണം പറഞ്ഞു, ഒരിക്കലും ശേഷനെ ചെറുതാക്കാൻ വേണ്ടിയല്ല. ശേഷൻ ശരിക്കും രാജീവിന് വേണ്ടിയാണ് ആ പദവി ഏറ്റെടുത്തത്. പിന്നെയോ രാജീവ് മരിച്ച ശേഷം നരസിംഹറാവുവിനെ ആ പ്രധാനമന്ത്രി പദത്തിൽ സ്വസ്ഥമായി ഇരിക്കാൻ അനുവദിക്കാതിരിക്കാൻ വേണ്ടിയാണ്
ഓരോ തരത്തിലുള്ള വെല്ലുവിളികൾ ഉയർത്തിക്കൊണ്ടിരുന്നത്. അതൊക്കെ ശരിയായ പോസിറ്റീവ് കാര്യങ്ങളായിരുന്നതുകൊണ്ട് നമുക്ക് എതിർപ്പില്ലെന്ന് വേറെ കാര്യം. അങ്ങനെയാണ് നിവർത്തികെട്ട് ബുദ്ധിമാനായ നരസിംഹറാവു 2 പേരെ കൂടെ MS ഗില്ലിനെ മറ്റൊരാളെയും കൂടെ വെച്ച് ഇലക്ഷൻ കമ്മീഷൻ മൾട്ടി മെമ്പർ ബോഡിയാക്കി ശേഷനെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആക്കിയത്. എന്നിട്ടോ ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ ഈ മറ്റു 2 ഇലക്ഷൻ കമ്മീഷണർമാർക്ക് ഇരിക്കാൻ കസേര പോലും ശേഷം കൊടുത്തിട്ടില്ല. ശേഷം കൊടുത്ത പിന്നെ വന്ന കമ്മീഷണർമാർ MS ഗില്ല് ഇലക്ഷൻ കമ്മീഷൻ സ്ഥാനം കഴിഞ്ഞിട്ട് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് മന്ത്രിയായി. ഇനി ജെയിംസ് എന്ന് പറയുന്ന വേറൊരാൾ, അദ്ദേഹം സോണിയയുടെ കാലത്താണ്. സോണിയ ആവശ്യം വരുന്നതും വരെ ഗുജറാത്ത് ഇലക്ഷൻ മാറ്റിവെച്ചതിന് നരേന്ദ്രമോദിക്ക് അവസാനം ചോദിക്കേണ്ടി വന്നു. ഇത് തീരുമാനിക്കും നിങ്ങൾ ഞായറാഴ്ച പള്ളി വെച്ച് കണ്ടപ്പോഴാണോ തീരുമാനിച്ചത് ചോദിക്കേണ്ടി വന്നു. അതായിരുന്നു ജെയിംസിന്റെ. പിന്നെയോ ജെയിംസിന്റെ അടുത്ത ഉത്തരവാദിത്വമായിരുന്നു കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസിന്റെയോ NSCയുടെ തെരഞ്ഞെടുപ്പ്. ഈ ഭാരതത്തിന്റെ ചീഫ് ഇലക്ഷൻ കമ്മീഷൻ എന്ന് ഓർക്കണം. ഇനിയും ഉണ്ടൊരു വിദ്വാൻ സർക്കാരിലെ ഒരു പദവിയിലും ഇരുത്താൻ കൊള്ളില്ല എന്ന ഷാ കമ്മീഷൻ റിപ്പോർട്ടിൽ പറഞ്ഞ ഒരു ഉദ്യോഗസ്ഥൻ, അദ്ദേഹത്തിന്റെ പേരെനിക്ക് പെട്ടെന്ന് ഓർക്കാൻ പറ്റുന്നില്ല, അദ്ദേഹത്തെ ഇലക്ഷൻ കമ്മീഷണറായിട്ട് കൊണ്ടുവന്നു. ഇലക്ഷൻ കമ്മീഷണറായിട്ട് കൊണ്ട് ഉള്ളിലിരുന്നുകൊണ്ട് കമ്മീഷന്റെ തീരുമാനങ്ങൾക്ക് അവിടെ കാപട്യം കാണിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ പേരിൽ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ട ആളെയാണ് സോണിയയുടെ UPA സോണിയ ഭരിച്ച കാലത്ത് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആക്കിയത്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇലക്ഷൻ കമ്മീഷണറെ നിയമിക്കുന്നതിനും ഇലക്ഷൻ കമ്മീഷനിലെ ദുര്യോഗം ചെയ്യുന്നതിനും അവരുടെ ശരി. ഇപ്പോഴത്തെ വാർത്ത എന്ന് പറയുന്നത് വോട്ടേഴ്സ് ലിസ്റ്റാണ്. വോട്ടേഴ്സ് ലിസ്റ്റിൽ പറയുന്നൊരു കാര്യം, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ബീഹാറിൽ സമഗ്ര ലിസ്റ്റ് അന്വേഷണമോ പുനർപരിശോധനയോ വേണ്ട, അപ്ഡേറ്റ് ചെയ്യണ്ട. കർണാടകയിൽ വേണം. ഇനി ബോംബെ ഇലക്ഷന്, മഹാരാഷ്ട്ര ഇലക്ഷൻ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നമ്മളൊക്കെ സാധാരണക്കാരാണ്. നമ്മുടെ പഞ്ചായത്തിലെ, നമ്മുടെ വാർഡില് നമ്മൾ കാണാറുണ്ടല്ലോ, ഓരോ ഇലക്ഷനെയും ലിസ്റ്റ് പരിശോധനയ്ക്ക് വരുമ്പം നമ്മുടെ നാട്ടിലെ പാർട്ടി പ്രവർത്തകർ, പ്രത്യേകിച്ചും കോൺഗ്രസ്സുകാരൊന്നും കാണണ്ട, ഇടതുപക്ഷവും കമ്മ്യൂണിസ്റ്റും നിർബന്ധമായിട്ടും ആ ലിസ്റ്റ് പരിശോധിക്കും. മരിച്ചവരുടെ പേര് വെട്ടിക്കും. നാട്ടിൽ താമസമില്ലാത്തതും അവർക്ക് കിട്ടാത്തതുമായ വോട്ട് വെട്ടിക്കും. അവർക്ക് കിട്ടാൻ സാധ്യതയുള്ള വോട്ടിലെ വീട്ടിലെ കുട്ടികൾ 18 വയസ്സായ അന്ന് കമ്മ്യൂണിസ്റ്റുകാർ, ഇടതുപക്ഷക്കാർ, LDFകാർ ലിസ്റ്റ് ചേർക്കും. അവർ കൃത്യമായിട്ട് ഇതിന്റെ പിന്നാലെയുണ്ട്. അവർ കള്ളവോട്ട് ചേർക്കും. രമേശ് ചെന്നിത്തല കഴിഞ്ഞ അസംബ്ലിയോ ലോക്സഭാ ഇലക്ഷനിലോ ഈ കാര്യം ഉയർത്തിയതാണ്, ശക്തമായിട്ട് ഉയർത്തതാണ്. 4 ലക്ഷം പേരുടെ ഒറ്റ കള്ള വോട്ടിന്റെ കണക്ക് പറഞ്ഞിട്ട് 38,000 പേരെ വോട്ട് പുറത്താക്കുകയും ചെയ്തു. അതിന്റെ പേരിൽ അന്ന് അടൂർ പ്രകാശും മറ്റുമൊക്കെ ആറ്റിങ്ങലിന്റെ കാര്യത്തിൽ കൃത്യമായിട്ട് ഇടപെട്ടതാണ്. 10,000 കണക്കിന് കള്ള വോട്ടുകൾ ഇടതുപക്ഷം ബോധപൂർവം ചേർത്തിട്ടുണ്ട്. ഇന്ന് ബീഹാറിൽ നടക്കുന്നത് പോലെയുള്ള ഒരു SIR, ഒരു സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ കേരളത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ UDFന്റെ വിജയം ഇവിടെ ഉറപ്പാവും. കാരണം കേരളത്തെ സംബന്ധിച്ചിടത്തോളം കള്ളവോട്ടിന്റെ പരമാവധി ചേർക്കുന്നതും ചെയ്യിക്കുന്നതും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ഇതൊന്നും മനസ്സിലാക്കാതെ വെറുതെ ഒരു പുകമറ സൃഷ്ടിക്കുക. ഏറ്റവും കൃത്യമായി പറഞ്ഞാൽ മഹാരാഷ്ട്രയിലാണെങ്കിലും കർണാടകയിലാണെങ്കിലും വോട്ടേഴ്സ് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്ന സമയത്താണ് പരാതിയും കൊണ്ടുവരേണ്ടത്. പശു ചത്ത് മോരിലെ പുളിയും പോയി കഴിഞ്ഞിട്ടല്ല. നമ്മൾ എവിടെയെങ്കിലും ചെന്നിട്ട് ഒരു റെയിൽവേ റിസർവേഷൻ കൗണ്ടറിലോ ഒരു ഹോട്ടലിലെ പോലും ചെന്നിട്ട് പണം കൊടുത്ത് ബാക്കി കിട്ടിയില്ല, തിരിച്ചെന്ന് ചിലപ്പോൾ അവർ തരുമായിരിക്കും. തരാൻ അവർക്ക് ബാധ്യതയില്ല. അതിന് ഒരു കാര്യത്തിന് ഫൈനാലിറ്റി ഒരു ചടങ്ങുണ്ട് എന്ന് പറഞ്ഞ പോലെ ബീഹാറിലെ ആണെങ്കിലും കർണാടകയിലാണെങ്കിലും ബോംബെ മഹാരാഷ്ട്രയിലാണെങ്കിലും തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ പരാതി ഉന്നയിക്കാമായിരുന്നു. വേണ്ട. വയനാട് എത്ര വോട്ട് ചേർത്തിട്ടുണ്ട് ഇവര്? രാഹുൽ ഗാന്ധിയുടെ പാർട്ടി
വയനാട് എത്ര വോട്ട് അഡീഷണലായിട്ട് ചേർത്ത് രാഹുൽ ഗാന്ധി പോയ ശേഷം പോലും. അത് ഭാരതത്തിലെ രാഷ്ട്രീയത്തിൽ ഈ വിഷയം കാലങ്ങളായിട്ടുണ്ട്. ഞാനൊരു കാര്യം പറയാം, എൻ്റെ മകൾക്ക് ഒരു കോർപ്പറേഷനിലെ വോട്ട് കാണും, അസംബ്ലിയിലേക്ക് കാണത്തില്ല, പാർലമെന്റിലേക്ക് കാണും. ഇത് ഏർപ്പാടാണ്. ഞാൻ പറയുന്നത് എനിക്ക് അക്കാര്യത്തിൽ എൻ്റെ അഭിപ്രായമുണ്ട്. ഒന്നിൽ NRC വേണം, സിറ്റിസൺസ് രജിസ്റ്റർ വേണം. അത് വേണ്ടെന്നാണ് ഈ കൂട്ടർ പറയുന്നത്, രാഹുലും കൂട്ടരും പറയുന്നത്. അങ്ങനെ കൃത്യമായി ഉണ്ടാക്കുന്ന ആധാർ ലിങ്ക് ചെയ്യണം. ലിങ്ക് ചെയ്തിട്ട് ഒരാൾക്ക് 18 വയസ്സ് കഴിഞ്ഞാൽ ഒരു വോട്ടർ അവകാശം ഉണ്ടായിരിക്കണം, പ്രത്യേകിച്ച് അപേക്ഷ കൊടുക്കാതെ, സ്വാഭാവികമായിട്ടും. ആ തരത്തിലേക്ക് മാറുന്ന ഇലക്ട്രൽ റിഫോംസിനെ ഞാൻ സ്വാഗതം ചെയ്യും. പക്ഷെ ഇവിടെ എല്ലാം തെറ്റാണെന്ന് വെറുതെ വിളിച്ച് കള്ളം പറഞ്ഞ് വായിക്കാത്ത ഭരണഘടനയിൽ കോപ്പി എടുത്ത് നോക്കിക്കൊണ്ട് ഭരണഘടന രക്ഷിക്കാനുണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ചരിത്രം അറിയാവുന്ന ആരും സമ്മതിക്കത്തില്ല. 10 കൊല്ലം നോക്കാൻ പറഞ്ഞാൽ 70 കൊല്ലം നോക്കാൻ പറയും. 10 കൊല്ലം മുമ്പ് നോക്കിയ ഒരു കാര്യമുണ്ട്. ആ 2014 ഇലക്ഷൻ വരുമല്ലോ, സ്വാഭാവികമായിട്ടും വരണമല്ലോ. അതിന് ഈ പറയുന്ന കാര്യമൊക്കെ തയ്യാറാക്കിയത് ആരായിരുന്നു? അന്ന് ഇലക്ഷൻ കമ്മീഷൻ ആരായിരുന്നു? ഇതിൻ്റെയൊക്കെ കാര്യം അവസാനം പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം പറയാം. രാഹുലിൻ്റെ ഇപ്പോഴത്തെ ആവശ്യം എന്ന് പറയുന്നത് തനിക്ക് കിട്ടിയില്ലെങ്കിൽ തകർക്കാന്നൊരു രീതി ഉണ്ടല്ലോ. അതെ അതെ, തനിക്ക് കിട്ടിയില്ലെങ്കിൽ തകർക്കുക. ഭാരതത്തിൽ തെരഞ്ഞെടുപ്പിലൂടെ ഇനി ഒരിക്കലും അധികാരത്തിൽ വരാൻ കഴിയില്ല എന്ന് ബോധ്യമായ സ്ഥിതിക്ക് ഈ വ്യവസ്ഥയെ തകർക്കുക. ഈ വ്യവസ്ഥയെ തകർത്തിട്ട് ചൈനയുടെ ആണെങ്കിലും പാകിസ്ഥാന്റെ ആണെങ്കിലും അമേരിക്കയുടെ ആണെങ്കിലും സഹായം തേടിക്കൊണ്ട് ഭാരതത്തിനുള്ള ബംഗ്ലാദേശ് മാതിരിയ ഒരു കലാപത്തിന് വഴിയൊരുക്കുക, അല്ലെങ്കിൽ ഭാരതത്തെ പലതായി ഭിന്നിപ്പിക്കുക. അങ്ങനെ എവിടെയെങ്കിലും ഒരു അധികാരം കിട്ടി അങ്കമാലിയിലെ പ്രധാനമന്ത്രി സിനിമാ കഥയെ പോലെ ഏതെങ്കിലും ഒരു കഷണമായി മുറിച്ചു മാറ്റിയ ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയാകാനുള്ള മോഹമാണ് ഈ ഇറ്റാലിയൻ വനിതയുടെ മകന്റെ മനസ്സിലുള്ളത്. എന്തായാലും അത് ഭാരതത്തിന്റെ താല്പര്യത്തിന് വേണ്ടിയല്ല. അങ്ങ് പറഞ്ഞ ചോദ്യത്തിലേക്ക് ആദ്യം വന്നു കഴിഞ്ഞാൽ രാഹുല് തരവും തഞ്ചവും മാറിയിട്ടില്ല. അന്നും ഇന്നും രാഹുലിന്റെ ലക്ഷ്യം അത് ഭാരതത്തിന്റെ താല്പര്യമല്ല, അധികാരം എങ്ങനെയും കിട്ടണമെന്ന് മാത്രമാണ്. അധികാരം കിട്ടില്ലാത്തൊരവസ്ഥ വന്നപ്പം കിട്ടാത്തത് തകർക്കുക, ഭാരതത്തെ തകർക്കുക, ഭാരതം വളരുന്നതിനുള്ള സാഹചര്യങ്ങളിലേക്കെല്ലാം തടസ്സം സൃഷ്ടിക്കുക. അതുകൊണ്ട് ഭരണഘടനാ സംവിധാനങ്ങളെയും ജനാധിപത്യ തെരഞ്ഞെടുപ്പ് രീതിയെയും ഈ പറഞ്ഞതിന് ഒരിക്കലും അർത്ഥം ഇതിലൊന്നും മാറ്റം വേണ്ടെന്നല്ല. സകാരാത്മകമായ മാറ്റത്തിന് വേണ്ടി തീർച്ചയായും ശ്രമം ഉണ്ടാവണം. വോട്ട് ലിസ്റ്റ് പെർഫെക്റ്റ് ആക്കണം. ഒരു കാര്യം ചോദിക്കട്ടെ, എന്താണ് ഇലക്ഷൻ കമ്മീഷൻ ആവശ്യപ്പെട്ടത്? നിങ്ങൾ പറയുന്നത് പരിശോധിക്കലെന്നല്ല പറഞ്ഞത്. നിങ്ങളൊരു അഫിഡവിറ്റ് തന്നിട്ട് അണ്ടർ ഓത്ത് അതെ അത് സൈൻ ചെയ്ത് തന്നിട്ട് അപേക്ഷ സമർപ്പിക്കാൻ ഞങ്ങൾ പരിശോധിക്കാം. അത് കൊടുത്തിട്ടുമില്ല. അത് കൊടുക്കാത്ത ന്യായമോ ഭയങ്കരം, അത് ഗംഭീരമായിട്ടുണ്ട്. ഞാൻ പാർലമെന്റിൽ ഈ ഭരണഘടന പിടിച്ചോണ്ട് സത്യപ്രതിജ്ഞ ചെയ്ത ഞാനൊരു കാര്യം ചോദിക്കട്ടെ, പാർലമെന്റ് അത് ചെയ്തതിന്റെ പേര് സത്യപ്രതിജ്ഞ ചെയ്യുന്നു, ലോകസഭ അംഗമായി സത്യപ്രതിജ്ഞ ചെയ്യില്ല. നാഷണൽ ഹെറാൾഡ് കേസിന് അതുപോലെ നിരവധി കേസുകളിൽ കോടതി ചെല്ലുമ്പം കോടതി പറയുമല്ലോ ഞാനിവിടെ ബോധിക്കുന്ന സത്യം മാത്രം. അപ്പൊ രാഹുൽ പറയൂ, ഇല്ല ഞാനിത് പറയത്തില്ല, ഞാൻ ലോകസഭയില് പറഞ്ഞതെന്ന് പറയുമോ? പറയുന്നതിനകത്ത് എന്തെങ്കിലും സെൻസ് വേണ്ടേ? കോമൺ സെൻസ് ഈസ് നോട്ട് സോ കോമൺ എന്ന് പണ്ട് ബർണാഡ് ഷാ പറഞ്ഞായിട്ട് കേട്ടിട്ടുണ്ട്. ഇത് രാഹുലിന്റെ അവസ്ഥയാണ്. കോമൺ സെൻസ് പോലും ഇല്ലാത്ത ഒരാള് ഭാരതത്തിന്റെ പ്രതിപക്ഷ നേതാവായിട്ട് ഇരിക്കുക എന്ന് പറയുന്നത് ലജ്ജാകരം, ലജ്ജാകരം, ലജ്ജാകരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.